വിശദമായി നോക്കാം. ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം മുന്നണിക്കുള്ളിൽ ശക്തമായിരിക്കെ നിർണായക മന്ത്രിസഭാ യോഗവും ഇടതുമുന്നണി യോഗവും ഇന്ന് ചേരും. CPI RJD പാർട്ടികളാണ് ADGPയെ മാറ്റണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടത്. CPM നേതൃത്വം സമാന അഭിപ്രായമുണ്ടെങ്കിലും മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. TP രാമകൃഷ്ണൻ മുന്നണി കൺവീനറായ ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത്. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, വളരെ നിർണായകമായിട്ടുള്ള യോഗമാണ്. മന്ത്രിസഭാ യോഗമാണെങ്കിലും ഇടതുമുന്നണി യോഗമാണെങ്കിലും ഇന്ന് ചേരാൻ പോകുന്നത്. മുഖ്യമന്ത്രിക്ക് യോഗങ്ങളിൽ മറുപടി പറഞ്ഞേ കഴിയുകയുള്ളൂ, അത്രത്തോളം സമ്മർദ്ദമുണ്ട്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഇടതുമുന്നണി യോഗം വൈകിട്ട് 3 മുന്നണി യോഗം ചേരുന്നത് പ്രധാനമായും മദ്യനയത്തിന് അംഗീകാരം നൽകാനാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി, പക്ഷേ പുറത്തുനിന്നുള്ള അജണ്ടയായി വരാൻ പോകുന്നത് ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ്. ADGP RS നേതാക്കളുമായി പലതവണ കൂടിക്കാഴ്ച നടത്തി എന്നത് വിവാദമായിരുന്നു. ആ വിവാദത്തിനിടയിലും ഇതുവരെയും മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല ADGPക്കെതിരെ നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ADGPയെ മാറ്റണമെന്ന് CPIയും RJDയും രണ്ട് ഘടകകക്ഷികൾ പരസ്യമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. CPMന്റെ നേതൃത്വവും CPI നേതൃത്വവും ആ നിലപാടാണ് സ്വീകരിക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അതൃപ്തി വ്യക്തമാക്കി കഴിഞ്ഞു. അന്വേഷണത്തിന് ശേഷം നടപടി ഉണ്ടാകുമെന്ന സൂചന ഇടതുമുന്നണി കൺവീനറും ഇന്നലെ പാർട്ടി സെക്രട്ടറിയും പറയുകയും ചെയ്തു. ഏതായാലും അങ്ങനെ വരുമ്പോഴും ADGP അജിത് കുമാറിന്റെ RS കൂടിക്കാഴ്ച സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കുകയാണ്, പ്രതിരോധത്തിലാക്കുകയാണ്. എന്നിട്ടും എന്തിനു മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന ചോദ്യമാണ് CPI അടക്കം ഉന്നയിക്കുന്നത്. CPIക്ക് മറ്റു പ്രശ്നം കൂടിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിജയപ്രതീക്ഷ വച്ചുപുറത്ത് സീറ്റായിരുന്നു അത്. പക്ഷെ അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പരാജയപ്പെട്ടു. തൃശൂർ പൂരം ആയതാണ് തോൽവിക്ക് കാരണമെന്നാണ് പൊതുവിലയിരുത്തലുണ്ടായത്. CPIയുടെ എല്ലാ നേതൃയോഗങ്ങളിലും അത്തരം വിലയിരുത്തൽ വന്നിരുന്നു. ആ പൂരം അലങ്കോലപ്പെടുത്തിയത് MR അജിത് കുമാറാണ്. അത് CPI നേതൃത്വത്തിന്റെ താല്പര്യപ്രകാരമാണെന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ഈ സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളും ചർച്ചയ്ക്ക് വരും. മദ്യനയത്തിന് മുന്നണി യോഗം അംഗീകാരം നൽകും. ഏറ്റവും പ്രധാനം MR അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്ത മുഖ്യമന്ത്രിയുടെ നീക്കത്തിലുള്ള അതൃപ്തിയാണ്. എത്രത്തോളം ശക്തമായി ഈ ഘടകകക്ഷികൾ CPI എന്തായാലും ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. RJD ഉന്നയിക്കും. മറ്റു കക്ഷികളും സ്വാഭാവികമായ വിഷയം വരുമ്പോൾ അത് ഏറ്റുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. NCP കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഇടതുമുന്നണിയുടെ പല തീരുമാനങ്ങൾക്കെതിരെയും പ്രതിഷേധിക്കുന്ന പാർട്ടിയാണ്. PC ചാക്കോയുടെ അധ്യക്ഷനായ ശേഷം അവരുടെ നിലപാടുകൾ വലിയ മാറ്റം വന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് നിർണായകമാകും. അത്തരത്തിൽ ഏത് വിധേനയാണ് മുന്നണി യോഗത്തിൽ ഈ വിവാദം പ്രതിഫലിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രശ്നം ഇതോടുകൂടി പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുമോ, അല്ലെങ്കിൽ മുന്നണി യോഗത്തിന് മുമ്പ് തന്നെ MR അജിത് കുമാറിനെ മാറ്റിക്കൊണ്ട ഒരു സമവായ നീക്കത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുമോ എന്ന കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. ഇതൊരു വളരെ നിർണായകമായ യോഗമാണ് വൈകിട്ട് ചേരുന്നത്. അതെ, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ADGPക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യമാണ്. അത്രത്തോളം സമ്മർദ്ദമുണ്ട്. അത് ഘടകകക്ഷികൾക്ക് ഇടയിൽ നിന്ന് മാത്രമല്ല, അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പോലും മുഖ്യമന്ത്രി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചേരുന്ന യോഗങ്ങളിൽ നിന്ന് ADGPയെ മാറ്റുന്ന കാര്യത്തിൽ ഒരു തീരുമാനം അത് ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ അതിനെ നോക്കി കാണേണ്ടത്? പൂർണ്ണമായും രാഷ്ട്രീയ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ട യോഗമാണ് ഇടതുമുന്നണി യോഗം. അവിടെയുള്ള ചർച്ചകൾ വളരെ നിർണായകമാണ്. മുഖ്യമന്ത്രി അതിന് തയ്യാറാകുമോ എന്ന് അറിയേണ്ടത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുന്നില്ല എന്നത് മുഖ്യമന്ത്രി എങ്ങനെ ന്യായീകരിക്കും? സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് പറയാനുള്ള ഒരു കാരണം അന്വേഷണം നടക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ടീം ഇക്കാര്യം അന്വേഷിക്കുകയാണ്. ആ റിപ്പോർട്ട് വരെ കാത്തിരിക്കണം എന്നൊരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനു മുമ്പ് തന്നെ നമുക്കറിയാം, ഇന്നലെ മലപ്പുറത്ത് പോലീസിൽ വ്യാപകമായ അഴിച്ചുപണി വന്നിരുന്നു. IPS ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനങ്ങൾ സംസ്ഥാന വ്യാപകമായി ഇന്നലെ ഉണ്ടായിരുന്നു. ആ തീരുമാനങ്ങളൊക്കെ ഈ ശുദ്ധീകരണത്തിന്റെ ഭാഗം വിശദീകരിച്ച് മുഖ്യമന്ത്രി തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമോ, അല്ലെങ്കിൽ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ തന്നെ അദ്ദേഹം വ്യക്തമാക്കുമോ എന്നാണ് അറിയേണ്ടത്. വളരെ പ്രധാനപ്പെട്ടത് CPM പോലും ഈ അജിത് കുമാറിനെ ഇങ്ങനെ ഇപ്പോഴും ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നടപടി വലിയ അതൃപ്തിയാണ് പൊതുവിൽ പ്രകടിപ്പിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിക്ക് പോലും തന്റെ തനിക്ക് അതൃപ്തിയുണ്ട് എന്ന കാര്യം തുറന്നു പറയേണ്ടി വന്നു. ആ സാഹചര്യത്തിലാണ് ഇടതുമുന്നണി യോഗം ചെയ്യുന്നത്. VP ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റിയ ശേഷം CP രാമകൃഷ്ണൻ മുന്നണി കൺവീനർ സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ മുന്നണി യോഗമാണ്. മദ്യനയം പ്രധാന അജണ്ടയെ എടുക്കുമ്പോഴും സമാധാനങ്ങളില്ലാത്ത പ്രതിസന്ധിയിൽ സംസ്ഥാനത്ത് ഭരണമുന്നണിയും സർക്കാരും മാറിയിരിക്കുന്നു ഈ വിഷയത്തിൽ. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ നിരന്തരം RS നേതാക്കളെ കാണുന്നു, അതിൽ സംശയമുണ്ട്. ആ സംശയം മാറ്റാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമുണ്ട് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്ക് പറയേണ്ടി വന്ന സാഹചര്യം കൂടി
ആ പശ്ചാത്തലം കൂടി മുന്നണി യോഗം ചേരുമ്പോൾ ഉണ്ട്. വൈകിട്ട് 3:30 യോഗം. വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നേക്കും. അതിനു മുമ്പ് ഒരുപക്ഷെ മുഖം രക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ വിമർശനങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ, തീവ്രത കുറയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെതിരെ അതിനു മുമ്പ് നടപടി സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇന്നലെ മുഖ്യമന്ത്രി കോവളത്ത് നടന്ന ഒരു പരിപാടിയിൽ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. RSS ബന്ധം ഉന്നയിച്ചുള്ള ആരോപണങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ആ വിമർശനങ്ങൾക്ക് ഉന്നയിക്കുമ്പോഴും അവിടെ കോൺഗ്രസ് നേതാക്കൾക്കാണ് കെ സുധാകരനും VD സതീശനുമാണ് RSS ബന്ധമെന്ന് പറയുമ്പോഴും ഒരു കാര്യം അദ്ദേഹം പറയാൻ തയ്യാറായില്ല. അത് ADGPയുടെ കൂടിക്കാഴ്ച എന്താണ് കൂടിക്കാഴ്ച, കാരണം എന്താണ്, അതിന് ഏത് തരത്തിലുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി അവിടെയും മൗനം പാലിക്കുകയായിരുന്നു. ആ മൗനം അദ്ദേഹത്തിന് ഏതായാലും മുന്നണി യോഗത്തിൽ തുടരാനാകില്ല. മുന്നണി യോഗത്തിൽ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് നിലപാട് വിശദീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട് ഇപ്പോഴും MR അജിത് കുമാർ എന്ന ADGPയെ അത് RSS കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന് നടപടി സാധ്യമല്ല. പക്ഷേ PV അൻവർ എന്ന ഭരണപക്ഷ MLA ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളുടെ നേരിൽ എന്തുകൊണ്ട് ഈ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന മുഖ്യമന്ത്രിക്ക് മുന്നണി യോഗത്തിൽ പറയേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയാണിത്. ആ യോഗത്തിൽ വളരെ കൃത്യമായി മുഖ്യമന്ത്രിക്ക് നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അത് മുന്നണി ഘടകകക്ഷികൾ, സഖ്യകക്ഷികൾ അംഗീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏത് തരത്തിൽ അവർ മുഖ്യമന്ത്രി അത്തരത്തിൽ അജിത് കുമാർ നടപടിയെടുക്കാതെ മുന്നണി യോഗത്തിലെത്തുകയും അവിടെ ആ കാര്യത്തിൽ ന്യായീകരണം നടത്തുകയും ചെയ്താൽ എങ്ങനെ മുഖ്യമന്ത്രി അത് വിശദീകരിക്കും, അത് എങ്ങനെ ഘടകകക്ഷികൾ ആ വിശദീകരണത്തെ അംഗീകരിക്കും എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായും VV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നിർണായകമായ യോഗങ്ങൾ ആണ് ഇന്ന് നടക്കുന്നത്. പൊതുമധ്യത്തിൽ മൗനം തുടരുന്നത് പോലെ ഈ യോഗങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ മൗനത്തിൽ തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയേ മതിയാകൂ. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം അത് ഘടകകക്ഷികൾക്ക് തൃപ്തിയാകുമോ എന്നുള്ളതും നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയുന്നതാണ്. ഇതിനിടയിലാണ് മറ്റൊരു